അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പിർസത്തെ സത്യവിശ്വാസിമാരെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് അവൻ്റെ ഇബാദത്തെടുത്തിട്ട് ചെയ്യിക്കുക വേണ്ടി തെറ്റിക്കർ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആയത്ത് ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ചൊന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ನೆನಪಾക്കി തണ്ട. ഇബാദത്ത് രണ്ട് രൂപത്തിലെത്തിക്കറുള്ളത്. ഇബാദത്തും ബാത്തിന, ഇബാദത്തും ലാഹിറ. പ്രത്യക്ഷമായിട്ടും അതേപോലെ ആന്തരികമായിട്ടുള്ള ഇബാദത്തിന. പ്രത്യക്ഷമായിട്ടുള്ള ഇബാദത്ത് ചൊന്നെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഇബാദത്തും ചൊന്നെങ്കിൽ നിസ്കാരത്തെ പോലെ, നോമ്പുറ പോലെ, ഹജ്ജും ഉംറത്തെ തിലാവത്തുൽ ഖുർആനറെ പോലെയുള്ള ഇബാദത്തിന. ഇനി ഇബാദത്തും ബാത്തിന ചൊന്നെങ്കിൽ അള്ളാഹുറെ വിഷയത്തിൽ ഞങ്ങൾക്കുള്ള പേടിയും റബ്ബർ വിഷയത്തിലുള്ള പ്രതീക്ഷയും അതേപോലെ റബ്ബറേട്ടിക്കുള്ള മഹബത്തും ഇഖ്ലാസും നീയത്തും ഇതെല്ലാം മൈത്തിക്കറും. അപ്പോൾ ബാഹ്യമായിട്ടുള്ള അമലുരെ കാട്ടി യാറ ഞങ്ങൾ ശ്രദ്ധിക്കണായതും ഞങ്ങൾ ശരിയാക്കണായതും ആന്തരികമായിട്ടുള്ളതായ ബാത്തിനായിട്ടുള്ളതായ ഇബാദത്തിലെത്തിക്കറ് ചൊന്നതെത്തിക്കറ്. കാരണം ബാഹ്യമായിട്ടുള്ളത് പലപ്പോഴും ഇങ്ങനെ ലാറ ഒട്ടിಗೆ ഒലുകിയ തണ്ണിൽ ഇങ്ങനെ ഒൽഗര പോലെ പലപ്പോഴും ഉണ്ടാവും. ആയെങ്ക ആന്തരികമായിട്ടുള്ള ഇബാദത്ത് നല്ലായിത്തില്ലേട്ടായെങ്കിൽ, അത് ശരിപ്പെടുത്തില്ലേട്ടായെങ്കിൽ ബാത്തിനായിട്ടുള്ള ഇബാദത്ത് കൊണ്ടു ചിലപ്പോൾ ഒരു പ്രയോജനം ഉണ്ടാവല ചൊന്നതെത്തിക്കർ. അതുകൊണ്ട് തെറ്റിക്കർ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുറെ റസൂലിന്റെ മുഖാന്തരം ഞങ്ങൾക്ക് പഠിപ്പാട്ടിയത് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ശരീരത്തെ കോളമ, അല്ലെങ്കിൽ നിങ്ങളെ ചന്തത്തെമ്മ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ടുള്ളാറ്, അങ്ങനത്തെ ഏതുമല്ല അള്ളാഹു സുബ്ഹാനഹു തആല നോക്കിക്കൊണ്ടുള്ളത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നോക്കുന്നത് നിങ്ങളെ ഹൃദയത്തെ എത്തിക്കർ, നിങ്ങളെ അമലിനെ എത്തിക്കർ. കാരണം ഒരാളെ ഹൃദയ നല്ലായി തീർന്നിട്ടായെങ്കിൽ അവൻ്റെ അമലുങ്ങ അത് നല്ലായി തീർച്ചൊന്നത് എത്തിക്കർ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ നോക്കിക്കൊണ്ടുള്ളത് ഞങ്ങളെ ഹൃദയത്ത് എത്തിക്കർ. ആ ഹൃദയത്തിൽ ഏതർത്ഥത്തുള്ളതായ വിശ്വാസ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിഷയത്തിൽ ഞങ്ങൾക്കുണ്ടു, ഏതർത്ഥത്തിലെത്തിക്കര് ഞങ്ങളെ ഹൃദയം ഉള്ളത് ചൊന്നതെത്തിക്കര്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയത് ഒരു മനുഷ്യരെ ശരീരത്തിൽ ഒരു എർച്ചിനെ കണ്ടുണ്ടു, അത് നല്ലായി തീർന്നെങ്കിൽ അവൻ്റെ ശരീരം ഇടി നല്ലായി തീർന്നു ചൊന്നതെത്തിക്കര്. അത് ബെടക്കായെങ്കിൽ അവൻ്റെ ശരീരം ഇടി ബെടക്കായതുപോലെ എന്നിട്ട് അള്ളാഹു റസൂൽ പഠിപ്പാട്ടിത്ത് അല അരിയറു വഹിയ അൽ ഖൽബ്, അത് ഹൃദയത്തിക്കര് ചൊന്നതെത്തിക്കര്. കാരണം ഒരാളെ ഹൃദയത്തിൽ ആ ഹൃദയം നല്ലായി തീർന്നെങ്കിൽ അവൻ്റെ പ്രവർത്തനവും അവൻ്റെ പൽക്കവും അവൻ്റെ ഇടപാടും അവൻ്റെ ഇബാദത്തും എല്ലാം അത് നല്ലായി തീർ. ഇനി ഒരാളെ ഹൃദയ ബെടക്കായി പോയിട്ടായെങ്കിൽ ഷിർക്കും കുഫറും നിഫാഖും ഹസദും പകയും വിദ്വേഷവും അങ്ങനെ ഉറഞ്ഞിട്ട് തീർന്നിട്ടായെങ്കിൽ അവൻ്റെ ബാഹ്യമായിട്ടുള്ളതായ പ്രവർത്തനവും ആ രൂപത്തിലായി തീർന്ന് ചൊന്നതെത്തിക്കര്. അതുകൊണ്ട് തെറ്റിക്കര് ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത് ഖുർആനിന്റെ മുഖാന്തര ഈ നോമ്പ് വിഷയ ചൊന്നോടും ഞങ്ങൾ എല്ലാവരും സുപരിചിതമായി കേട്ടതായ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് ഞങ്ങളെ മേൽ നിർബന്ധമാക്കപ്പെട്ടത് എന്തുക്ക് വേണ്ടിട്ട് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉള്ളങ്ങായി തീരുക എത്തിക്കര്. പോണാളും പൈമൂന്നും ഗണ്ടം എന്തും തിന്നാട്ടം കുടിക്കാട്ടം എല്ലാം എതിരിൽ നിന്നിട്ട് പോലും ഞങ്ങളെ നെയ്ച്ചതായ പൈസ പോലും പോക്കറ്റിൽ നിന്നിട്ട് അത് പോയിട്ട് എന്തെങ്കിലും ഒരു അങ്കട്ടിൽ പോയിട്ട് ഒരു കുപ്പി തണ്ണി എടുത്തിട്ട് പോലും കുടിക്കുക, ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് തിന്നാട്ടിക്കുക, കേവല ആ രൂപത്തിൽ പട്ടിണിയായിട്ട് ചെയ്യിക്കുക മാത്രമല്ല, ബദലായിട്ട് അതുകൊണ്ട് ഞങ്ങൾ നേടിയെടുക്കണായത് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉള്ളങ്ങായി തീരുക എത്തിക്കര്. ആ തഖ്വ ആവട്ട് അല്ലാഹു റസൂൽ പഠിപ്പാട്ടിയത് അത്തഖ്വ ഹാഉന, തഖ്വ ചൊന്നത് അത് ഹൃദയത്തിലെത്തിക്കർ ഉണ്ടാവണായത്. ആ തഖ്വ ഒരാളെ ഹൃദയത്തിൽ നേടിയെടുത്തിട്ടായെങ്കിൽ അവൻ്റെ മനസ്സിൽ ഹസദിക്കല, ആരൊട്ടിക്കും പകയിക്കല, വിദ്വേഷിക്കല, അതേപോലെ കിബിറിക്കല, ഇതെല്ലാം ആ ഹൃദയത്തിൽ നിന്ന് മുക്തമായി തീർന്നെങ്കിൽ ആ ഹൃദയ സലാമത്തുല്യ ആ സലീമായ ഹൃദയായി തീർച്ചൊന്നത് എത്തിക്കര്. അതുകൊണ്ട് തെറ്റിക്കർ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്നത് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അണ്ടത്തെ നാളിൽ അങ്ങനെ മക്കമ സമ്പത്ത ഒന്നുപോലും അധികാരം ഒന്നുപോലും ഉപകാരപ്പെടില്ല ചൊന്നത് എത്തിക്കര്. ആയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അണ്ടത്തെ നാളിൽ അവിടെ രക്ഷപ്പെടുന്നത്
അല്ലേട്ടായെങ്കിൽ ആറ് സലീമായ ഹൃദയത്തോടു കൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയെ കണ്ടുമുട്ടാണ് അവൾക്ക് എത്തിക്കുന്ന സ്വർഗത്തുള്ളത്. കാരണം ആ സ്വർഗത്തില് ഒരർത്ഥത്തുള്ളതായ ബെടക്കത്തറയില്ല, ഒരു ഹറാമിയത്തുമില്ല. ആ എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇഷ്ടം മാത്രം ഉള്ളത്, റബ്ബ് സുബ്ഹാനഹു തആല തൃപ്തിപ്പെടുന്ന രൂപത്തിലേക്ക് ഉള്ളത്. അതുകൊണ്ടു ആ ഹൃദയ ആരതങ്ങനെ ഉണ്ടാ അള്ളാഹു ഇഷ്ടപ്പെട്ടതും അള്ളാഹു തൃപ്തിപ്പെടുന്നതായ രൂപത്തിൽ ഒരാളെ ഹൃദയത്തെ ക്രമീകരിച്ചാണ് അവൾക്ക് എത്തിക്കുന്ന സ്വർഗം ഉള്ളത്. അതുകൊള്ള മാർഗം എത്തിക്കുന്ന യഥാർത്ഥത്തില് റമളാനിലെ നോമ്പുങ്ങ ചൊന്നത് ഞങ്ങളെ മേല് അള്ളാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കപ്പെട്ടത്. നോക്കൊരു ആലോചനാക്കി നോക്കൊരു ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാ റമളാൻ കഴിഞ്ഞു പോയിട്ട്. അൽഹംദുലില്ലാ ഈ വർഷത്തെ 2 ഭാഗവും കഴിഞ്ഞു പോയിട്ട്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണായത് ഞങ്ങളെ ഹൃദയത്തിൽ തഖ്വ ചൊന്നത് നേടിയെടുത്താമ, ഞങ്ങൾ കാലി പട്ടിണി തെച്ചത് മാത്രമാ, അഥവാ ഞങ്ങളെ പൽക്കത്തിൽ എന്തെങ്കിലും വ്യത്യാസവന്ത, എന്തെങ്കിലും ബദലാവണ ചേഞ്ചസ് ഉണ്ടായിത്ത ഞങ്ങളെ നോട്ടത്തിലും ഞങ്ങളെ കേൾവിയിലും ഞങ്ങളെ മനസ്സിൽ ആലോചനാക്കുന്ന വിഷയത്തിലും ആ രൂപത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതർത്ഥത്തിൽ എത്തിക്കുന്ന ബദലാവണ വന്നത് ചൊന്നത് എത്തിക്കരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയത് ഒരാള് അവನು കൗലുസൂർ അനാവശ്യമായിട്ടുള്ള പൽക്ക, അനാവശ്യമായിട്ടുള്ള പ്രവൃത്തി അഥവാ റബ്ബ് സുബ്ഹാനഹു തആലയ്ക്ക് ഇഷ്ടമില്ലാത്തതായ പൽക്കമ പ്രവൃത്തിയ അവನು വിട്ടുപൊടില്ലേട്ടായെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് അവന്റെ നോമ്പ് കൊണ്ടു ഒരാവശ്യമില്ല. അഥവാ ആ നോമ്പ് ഉണ്ടാക്കണായ ആ ഒരു ചേഞ്ചസ്, ആ ഒരു എഫക്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്ത് കൈത്തിക്കർ അവൻ പട്ടിണി എത്തിച്ചത്, പിന്നെ എന്ത് കൈത്തിക്കർ അവന് കഷ്ടപ്പെടുന്നത്, അവന് താകത്തെ സഹിച്ചത്, പസിപ്പിര സഹിച്ചത് ഒരു ബദലാവണം ഇല്ലേട്ടായെങ്കിൽ ആ നോമ്പ് കൊണ്ട് ഒരു ആവശ്യം അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇല്ല ചൊന്നത് എത്തിക്കര്. അതുകൊണ്ട് പിർസത്തെ വിശ്വാസിമാരെ നോമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കണായ ബദലാവണ അത് ഉണ്ടാക്കിയ ചൊന്നത്തു ആത്മാർത്ഥമായി ആലോചനാക്കണ എത്തിക്കര്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഷിർക്കില്ലാത്തതായ, കുഫ്റില്ലാത്തതായ, നിഫാഖില്ലാത്തതായ, ഹസദില്ലാത്തതായ, പകയില്ലാത്തതായ, വിദ്വേഷമില്ലാത്തതായ, കിബിറില്ലാത്തതായ, അതേപോലെ ബാക്കി നിങ്ങളുടെ വിഷയത്തിൽ വേണ്ടാത്ത ആ വിചാരം അല്ലെങ്കിൽ ആ ഒരു ആ ഉസ്മുള്ളൊന്നൊരു ബദല് ആ സൂള്ളൊന്നുണ്ടാ ചൊന്നത്തു ഞങ്ങൾ ഓരോരുത്തരും ആലോചനാക്കണം ചൊന്നത് എത്തിക്കര് എല്ലാവരൊട്ടിക്കും നെനപ്പാക്കൂലത്. അതുകൊണ്ട് ആ ഹൃദയത്തെ നല്ലാക്കി തീർത്താണ്. ആ ഹൃദയത്തിൽ എല്ലാ ബെടുക്കത്തറും അതിനെ വിട്ടുമുട്ടത്തു നല്ലതിന് സ്പേസ് കൊടുത്താണ്. അങ്ങനത്തെ ഹൃദയ ഉല്ലംഘ എത്തിക്കറാറ് വിജയിക്കരുത്. അതിന് വേണ്ടത്തെ എത്തിക്കര് നോമ്പ് ചൊന്നത് ഞങ്ങളെ മേൽ അല്ലാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കപ്പെട്ടത്. ആ തഖ്വ ഒരാളെ ജീവിതത്തിൽ ഉണ്ടുണ്ടായെങ്കിൽ, അത് നേടിയെടുത്താറുണ്ടായെങ്കിൽ അവന്റെ ജീവിതത്തിൽ ചുമ ബദലാവണ ബണ്ട് ആ ബദലാവണ കാരണം സ്വർഗത്തിൽ എത്തിക്കര് എത്തിപ്പെട്ടത്. അതുകൊണ്ട് എത്തിക്കര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയത് ഒരാൾക്ക് നോമ്പ് കിട്ടിയിട്ട് റമളാൻ കിട്ടിയിട്ട് എന്നിട്ട് അവനും അവന്റെ ദോഷത്തെ മാഫാക്കപ്പെട്ടിട്ട് അവന് സ്വർഗത്തിൽ പ്രവേശിക്കില്ല ഉണ്ടായെങ്കിൽ അവനു നശിച്ചിട്ട് പോയിട്ട് ചൊന്നത് എത്തിക്കര്. കാരണം ആ നോമ്പ് അവന്റെ ജീവിതത്തിൽ ഒരു ബദലാവണ ആവുകില്ലേ, ഒരു ചാൻസ് എത്തിന്ത്, ഒരു അവകാശം എത്തിന്ത്, എന്നിട്ട് പോലും അത് ചേഞ്ചസ് കൊമ്മണ്ടില്ല ഉണ്ടായെങ്കിൽ പിന്നെ അവനക്ക് എവിടെ എത്തിക്കര് സ്വർഗം ഉള്ളത്. ഉറക്കത്തുക്കും അവന് സ്വർഗത്തേക്ക് എത്തിപ്പെടല ചൊന്നത് എത്തിക്കര്. അങ്ങനെ എത്തിപ്പെട്ടില്ല ഉണ്ടായെങ്കിൽ അവനക്ക് പിന്നെ ഉള്ളത് നരക എത്തിക്കര്. ക്യാമുല്ലയിലും ലൈലത്തുൽ ഖദറും അതേപോലെ ജാവത്ത് നിസ്കാരവും എല്ലാം അതെല്ലാം ഞങ്ങൾ ഹൃദയത്തെ എത്തിക്കര് ശുദ്ധീകരിക്കരുത്. ഹൃദയത്തിൽ ഈമാനും ഇഹ്തിസാബും ഉണ്ടാവുന്നു ചൊന്നത് എത്തിക്കര്. അതുകൊണ്ട് റസൂലുള്ള പഠിപ്പാട്ടിയത് നോമ്പ് വിഷയത്തിലും ലൈലത്തുൽ ഖദറിന്റെ വിഷയത്തിലും ഖിയാമുൽ ലൈലിന്റെ വിഷയത്തിലും എല്ലാം പഠിപ്പാട്ടി തന്നത് 6 സ്വാമ റമളാന ഖാമ റമളാന, അതേപോലെ മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനും വഹ്തിസാബ, ഈമാനും ഇഹ്തിസാബും അത് രണ്ടും ഹൃദയത്തിലേക്ക് ഉണ്ടാവണായത്. ബാഹ്യമായിട്ടുള്ളതല്ല, ആന്തരികമായിട്ട് ആ രണ്ടും. ഒരാൾ നിസ്കരിക്കരുത്, ഒരാൾ നോമ്പെടുക്കരുത്, മനസ്സിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വിശ്വാസമാ അല്ലെങ്കിൽ റബ്ബറിട്ടില്ലേ ആ ഒരു സവാബര വിഷയത്തിലുള്ള ഒരു പ്രതീക്ഷമാ എന്നുമില്ല. അതിങ്ങനെ ഒരു യന്ത്രത്തെ പോലെ ഒരു മെഷീൻ്റെ പോലെ പോണ്ടുണ്ടായെങ്കിൽ അതുകൊണ്ട് ഒരു ചേഞ്ചസും ഉണ്ടാവില്ല, അതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല. ബദലായിട്ട് ഈമാനും ഇഹ്തിസാബും ഉണ്ടുണ്ടായെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞു പോയ ദോഷത്തെ അല്ലാഹു മാഫാക്കി കൊടുക്കുക ചൊന്നത് എത്തിക്കര്. അങ്ങനെ മാഫാക്കി കൊടുക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്ന് ദോഷാക്കാട്ടെ അവനതിരെ ഭാര്യ ഒരു പ്രൊട്ടക്ട് ആക്കുക ചൊന്നത് എത്തിക്കര്. ഒരു ബെൽത്തെ ഡ്രസ് ഇട്ട ഒരു വ്യക്തി ആ ഡ്രസ്സ് മണ്ണാവൃതർ എത്ര വെറുക്കാണ്. അതേപോലെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ ബെടക്കത്തരത്തുക്ക് വേണ്ടാത്തരത്തുക്ക് ഒരു പ്രവേശമോ കൊടുക്കല ചൊന്നത് എത്തിക്കര്. അതുകൊണ്ട് പിർസത്തെ വിശ്വാസിമാരെ നോമ്പും ഖിയാമുൽ ലൈലും ലൈലത്തുൽ ഖദറും തിലാവത്തുൽ ഖുർആനും അങ്ങനെ ബാഹ്യമായിട്ടുള്ള അങ്ങനെ ഇബാദത്തെല്ലാം അത് യഥാർത്ഥത്തിൽ ചേഞ്ചസ്
അത് ഞങ്ങൾ ഹൃദയത്തിൽ തിക്കർ ഉണ്ടാവണായത് ഹൃദയത്തിൽ ചേഞ്ചസ് വന്നെങ്കിൽ ഹൃദയത്തിൽ ഈമാനും ഇഖ്ലാസും അതേപോലെ റബ്ബ് റൊട്ടിയുള്ള പേടിയും ആ മഹബത്തും അല്ലാഹു റബ്ബ് വിഷയത്തുള്ള ഒരു പ്രതീക്ഷ മുണ്ടുണ്ടായെങ്കിൽ അവന്റെ ബാഹ്യമായിട്ടുള്ള ഇബാദത്തും അത് നല്ലായി തീർന്നു ചൊന്നത് തിക്കർ അവന്റെ നിസ്കാരവും അവന്റെ നോമ്പും അവന്റെ തിലാവത്തും ഖുർആനും ദിക്റും ദുആവും എല്ലാത്തിനും ഭയങ്കരമായിട്ടുള്ളതായ ഒരു ഇമോഷണൽ ടച്ച് ഉണ്ടാവും ചൊന്നതെത്തിക്കര്. ഏതായാലും ഞങ്ങളെ ജീവിതത്തിൽ അല്ലാഹു തന്ന ഈ ഒരു റമദാൻ ഈ രൂപത്തിൽ ബദലാക്കി തെടുക്കുക നമുക്ക് സാധിച്ചിര ചൊന്നത്തു ഓരോരുത്തരും ആത്മാർത്ഥമായി ആലോചനാക്കണു. അല്ലാഹു സുബ്ഹാനഹു തആല അതുപോലെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.